നമസ്കാരം. കെ ന്യൂസിൻ്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലാണ് നമ്മൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. തൃത്താല ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് UDF സ്ഥാനാർത്ഥി PV മുഹമ്മദിക്കയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആയി തുടങ്ങി. എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? എന്താണ് വീട് കയറുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം? നോമിനേഷൻ കൊടുത്തതിന് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് എല്ലാ സ്ഥാനാർത്ഥികളെയും അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൃത്താല ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് തഴണപ്പറമ്പ് വാർഡിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 25 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണത്തിലുള്ള ജനങ്ങളുടെ അതിയായ ശക്തമായ പ്രതിഷേധം അവിടെ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. വീടുകൾ കയറുമ്പോൾ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ചെയ്തികളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതികരണമാണ് ഞങ്ങൾ വീട് കയറുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് ഈ പഞ്ചായത്തിലെ നല്ല ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്ന നിലയിൽ അവർ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ, ഗ്രാമീണ മേഖലയിൽ ചെയ്യേണ്ട കുറേ പ്രവൃത്തികളൊക്കെ ഉണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുന്നത് UDFിനാകും എന്നൊരു ധാരണ അവരിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതാണ് എനിക്ക് ഈ വീടുകൾ കയറുമ്പോൾ അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശമായി, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നും ചില അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തൃത്താലയുടെ പൊതുരംഗത്ത് ഒരുപാട് കാലമായിട്ട് സജീവമായ സാന്നിധ്യമാണ് താങ്കൾ. എങ്കിലും കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നും വ്യത്യസ്തമായി വോട്ടർമാരെ കാണുമ്പോൾ എന്താണ് പ്രതികരണം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 4ാം വാർഡിലായിരുന്നു ഞാൻ മത്സരിച്ച് ഇപ്പോൾ ജനപ്രതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവിടുത്തെ നിലവിലുള്ള മെമ്പർ മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആണ് അവിടെ തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നത്. അദ്ദേഹം LDFിൻ്റെ വിജയിച്ച ജനപ്രതിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഐക്യജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് ഞാൻ അവിടെ മെമ്പറാകാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 3 വർഷത്തോളമായി. ഈ അടുത്ത മാസം പൂർത്തീകരിക്കുമ്പോൾ 3 വർഷമാണ് അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിൽ ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ പഞ്ചായത്തിലെ കാര്യങ്ങളിലുള്ള ഓരോ പ്രദേശത്തു നിന്നും. നമ്മളൊരു പൊതുപ്രവർത്തന രംഗത്ത് ഏതാണ്ട് 4.5 പതിറ്റാണ്ട് കാലം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ വാർഡിൽ മാത്രമല്ല ആളുകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് വാർഡുകളിലെയും ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ പ്രയാസങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ആ തരത്തിലൊരു മാറ്റം ഈ 9ാം വാർഡ് ഇതുമായി സ്ഥിരമായ പുതിയ വാർഡ് വന്നതിന് ശേഷം, ഈ 9ാം വാർഡ് മുൻപ് 6ാം വാർഡായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിലകൊള്ളുന്ന വാർഡാണത്. അവരുടെ ഏരിയ ഉള്ള ഒരു തഴയണപ്പറമ്പ് 6ാം വാർഡ് ഇപ്പോൾ 9ാം വാർഡായി. ഒരു പുനർവിഭജനം നടന്നപ്പോൾ 9ാം വാർഡായതാണ്. അപ്പോൾ അവർ സ്ഥിരമായി അവരുടെ വാർഡാണ് എന്ന് കരുതി വെച്ചിരുന്ന വാർഡിൽ തീർച്ചയായും മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്കൊരു 3-4 ദിവസങ്ങളിലായി ഈ വാർഡിൽ നടന്നപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന വാർഡിലുള്ള മത്സരം തികച്ചും ശക്തമായൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രചരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, എന്താണ് ഈ വാർഡിന്റെ പോരായ്മകൾ? എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ? ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പുതിയ സംവിധാനത്തിലൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വെറും പഞ്ചായത്തിൽ ഫണ്ട് വിനിയോഗിക്കുക എന്ന് മാത്രമല്ല, മറ്റ് ഏജൻസികളിലൊക്കെ സമീപിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവരിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഭാരതപ്പുഴയിലെ വെള്ളക്കെട്ട് വലിയ തരത്തിലുള്ള പ്രയാസമുണ്ട്. അതിലെ പൊന്തക്കാടുകൾ, അതിലെ വെള്ളം കൃത്യമായി ഒഴുകി പോകാൻ പറ്റാത്ത സാഹചര്യം, അത് ബന്ധപ്പെട്ട കലക്ടറുമായി അതിന് റിവർ മാനേജ്മെൻറ്റ് എന്ന സംവിധാനം, കലക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അങ്ങനെയുള്ള ആളുകളൊക്കെ സമീപിച്ച് നമ്മളൊരു ഒരു ഭരണസമിതി കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട അധികാരികൾ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പഞ്ചായത്തിൽ ഇതുപോലുള്ള പഞ്ചായത്തിൽ എടുക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ ഇതുപോലെ പല ഏജൻസികളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രയാസകരമായ ഇതുള്ളത് ഇവിടെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ശല്യമായിട്ടുള്ള ഈ ബീവറേജ്. അത് വലിയ തരത്തിൽ അതിൻ്റെ പരിസര പ്രദേശത്തെ ആളുകൾ നമ്മളൊക്കെ വീട് കയറുമ്പോൾ അവരുടെ അതിൻ്റെ പ്രയാസം നമ്മൾ പങ്കുവെക്കേണ്ടായിട്ടുണ്ട്. ഈ ബീവറേജ് വന്നതിന് ശേഷം ഒരു സാമൂഹ്യ വിപത്തായിട്ടാണ് അവരിതിനെ കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പോലും ജനങ്ങൾക്ക് അതിലധികം പ്രയാസങ്ങളുണ്ട്. അതും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ കഴിയുമോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ജനപ്രതിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബീവറേജ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ കേവലം ഒരു വാർഡ് മെമ്പർ ഉദ്ദേശിച്ചാൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ ആളുകളുടെ അവിടുത്തെ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരിപൂർണമായി ഇല്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായി അത് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ കഴിയുക എങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന
രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും. തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റമാണ് താങ്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു വിഷയം ഈ ഭാഗത്തെ നിന്നല്ല, തൃത്താലയിലെ പൊതുവെ ജനങ്ങൾ അനുഭവിക്കുന്ന വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടായി. ഈ ഭാഗത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ വഴിയാത്രക്കാരൊക്കെ ദൈനംദിനം പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് ബീവറേജ്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു പ്രവൃത്തിയെ ഈ മുൻകൂട്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേക ഒരു കാര്യം കൂടി, ഇതൊരു കാർഷിക മേഖല സ്ഥലമാണ്. അതും അവിടുത്തെ കുറേ പ്രയാസപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മറ്റേ ഇറിഗേഷൻ കനാലിലെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുണ്ടായി. കൃഷിക്കാരായ ആളുകൾ, നിലവിലുള്ള പഞ്ചായത്ത് ഒരു കാര്യം ആ കാര്യത്തിൽ ശ്രദ്ധ ചെയ്യുന്നില്ല. വളരെ നിരാശമാണ്. കൃഷി ചെയ്യാത്ത പ്രാവശ്യം ഞാൻ കൃഷി ചെയ്തിട്ടില്ല എന്നാണ് ഒരു കർഷകൻ, നല്ലൊരു കർഷകനാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കും? ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായകരമായ സമീപനം വരുന്നില്ല. ഞങ്ങളുടെ വെള്ളം കിട്ടേണ്ട സമയത്തിൽ ഇറിഗേഷൻ്റെ കനാലുകൾ വൃത്തിയാക്കാതെ കേടുപാടുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വൃത്തിയാക്കാനുള്ളത് പൊന്തക്കാടുകളൊക്കെ പിടിച്ച കനാലുകൾ എടുക്കുന്നുണ്ട്. ആ സ്ഥലത്തിലുള്ള ബുദ്ധിമുട്ടുകളും കർഷകർ വളരെ അധികം അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡുകളുടെ സൈഡിലൊക്കെയുള്ള കാടുകൾ, അത് പഞ്ചായത്ത് അല്ലെങ്കിൽ പോലും PWD ആണ് പൊതുമരാമത്തിന് കീഴിലുള്ള റോഡുകളിലൊക്കെ സൈഡിലൊക്കെ സഞ്ചാരയോഗ്യം യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ പൊന്തക്കാടുകളാണ്. അപ്പോൾ ഒന്നിലേക്ക് PWD കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ വളരെ ഉത്തരവാദിത്തമാണ്. ജനപ്രതിനിധിക്ക് സാധിക്കും. PWD ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അതൊക്കെ ഓരോ വർഷത്തിലും ചെയ്യേണ്ട പ്രവൃത്തികളാണ്. അതിനൊക്കെ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത് വിനിയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ജനപ്രതിനിധികളാണ്. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും അത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ അപകടകരമായി നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ജനപ്രതിനിധികൾക്ക്. അതാണ് ജനപ്രതിനിധികളായി മാറേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രാദേശിക ഗവൺമെൻറ്റാണ്. പഞ്ചായത്തി രാജ് നിയമത്തിലൂടെ ഉള്ളത്. ആ പ്രാദേശിക ഗവൺമെൻറ് എന്ന നിലയിൽ അതിന് ഒട്ടേറെ പഞ്ചായത്തിൻ്റെതായ ഫണ്ടുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് പല ബന്ധപ്പെട്ട MP, MLA, അതിലെ ത്രിതല സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ എല്ലാ ഏജൻസികളും ഉപയോഗപ്പെടുത്തി ഓരോ കാര്യങ്ങളും പ്രവർത്തന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് പഞ്ചായത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് എൻ്റെ ഈ 3 കൊല്ലത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു ജനപ്രതിയായപ്പോൾ ഉണ്ടായ അനുഭവം വെച്ചാണ് ഞാനൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായും കൃത്യമായ ഒരു ഭരണസമിതി കിട്ടുകയാണെങ്കിൽ, അതാണ് അതിന് ഏറ്റവും പ്രധാനം. ഭരണസമിതി പരിപൂർണമായും ഈ പഞ്ചായത്തിലെ ഒരു ഭരണസമിതി ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞത് നമ്മൾ കേട്ടു. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ വാർഡിൻ്റെ ഈ പ്രദേശത്തെ നിലവിലുള്ള ഇന്നത്തെ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം വളരെ വിശദമായി നമ്മളോട് പ്രതിപാദിച്ചു കഴിഞ്ഞു. തീർച്ചയായും ഒരു വലിയൊരു മാറ്റം ഈ വാർഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്തരമൊരു മുന്നേറ്റത്തിന് തയ്യാറായ താങ്കളെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ വിജയാശംസകളും നേടുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നന്ദി.